അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദനം ചെയ്യുന്നു. പ്രവാസ ലോകത്തുള്ള നമ്മുടെ നാട്ടിലുള്ള സഹോദരി സഹോദരന്മാർ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ചിന്താഗതികളും എത്രത്തോളം നമ്മെ പോസിറ്റീവാക്കി മാറ്റണം, എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സെഷനാണ് ഇതിലൂടെ സമസ്ത ലേണിംഗ് ഉദ്ദേശിക്കുന്നത്. ലോകപ്രസിദ്ധനായ ചിന്തകൻ FM അലക്സാണ്ടറിൻ്റെ ഒരു വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: യു ആർ നോട്ട് ഡിസൈഡിങ് യുവർ ഫ്യൂച്ചർ, യു ഡിസൈഡ് യുവർ ഹാബിറ്റ് ആൻഡ് യുവർ ഹാബിറ്റ് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തീരുമാനിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ ഹാബിറ്റ് തീരുമാനിക്കുന്നു. നിങ്ങളുടെ ഹാബിറ്റാകട്ടെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നു. ഇത് രസകരമായൊരാശയമാണ്. നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ചിന്ത എങ്ങനെ നിൽക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളെ നമ്മളെങ്ങനെ ക്രമീകരിക്കുന്നു, അത് രണ്ടും നമ്മുടെ ഫ്യൂച്ചറിനെ തീരുമാനിച്ചു കളയും. സങ്കടം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, വലിയ സന്തോഷങ്ങളുണ്ടാവും. വലിയ പരാജയങ്ങൾ അപ്രതീക്ഷിതമായി വരുന്ന സമയങ്ങളുണ്ടാവും, വലിയ വിജയങ്ങളും അപ്രതീക്ഷിതമായി വരുന്ന സമയങ്ങളുണ്ടാവും. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, പരാജയങ്ങൾ വരുമ്പം മാത്രമാണോ നമ്മുടെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്? വലിയ വിജയങ്ങൾ വരുമ്പോഴും പലപ്പോഴും നമ്മുടെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടും, നമുക്ക് കയ്യിൽ നിന്ന് പോകും. ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അപ്പം സങ്കടങ്ങളും പ്രശ്നങ്ങളും മാത്രമല്ല നമ്മെ അനിയന്ത്രിതമായ പെരുമാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്, സന്തോഷങ്ങളും വലിയ വിജയങ്ങളും കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുന്നു എന്നതിനല്ല സ്ഥാനം, ആ വരുന്നതിനെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മളൊരു 10:90 എന്ന് പറയുന്നൊരു ഫിലോസഫി ഉണ്ട് ലോകത്ത്. ഇതൊരു വലിയ മാനേജ്മെൻറ്റ് തിയറിയാണ്. നമുക്ക് സംഭവിക്കുന്നതിന് 10ൻ്റെ വിലയേ ഉള്ളൂ. 90 നമ്മളതിനെ എങ്ങനെ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഒരു സങ്കടം വരുമ്പം, നടക്കണമെന്നുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പം, നമ്മൾ റൂമിൻ്റെ വാതിലടച്ച് ആരോടും മിണ്ടാതെ ഭയത്തിൽ മുങ്ങി അസ്വസ്ഥതകളെ കൊണ്ട് നടന്ന് ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കൂ. എന്നാൽ സങ്കടം വരുമ്പോൾ ആളുകളുമായി സംസാരിക്കുകയും ഇടപഴകുകയും കുടുംബ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും റിസൾട്ടിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങളെ തുടരുകയും ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ആലോചിക്കും. രണ്ടുപേർക്കും സംഭവിക്കുന്നത് ഒരേ കാര്യമാണ്. എന്നാൽ ഒരാൾ അതിനെ സാധ്യമായ രീതിയിൽ പോസിറ്റീവായി എടുക്കുന്നു, മറ്റേയാൾ അതിനെ ചിന്തിച്ച് നെഗറ്റീവിലേക്ക് ഒതുക്കുന്നു. ഈ ചിന്താഗതിയും ഈ രീതിയുമാണ് സത്യത്തിൽ നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ എളുപ്പമാക്കുന്നതും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും. നമ്മുടെ ചിന്താഗതി നമ്മുടെ കയ്യിലാണ്. അത് ട്രംപിൻ്റെയോ നെതന്യാഹുവിൻ്റെയോ ഒന്നും കയ്യിലല്ല. ആ ചിന്താഗതി ചിന്തകളെ നേരെയാക്കി കൊണ്ടുവന്നാൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിച്ച് തീർക്കാമെന്നോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ടോ മോട്ടിവേഷൻ കൊണ്ടോ മാറ്റാമെന്നോ എന്നുള്ള അബദ്ധധാരണയൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ വലുപ്പമുള്ള ആഴത്തിലുള്ള മുറിവുകൾ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ വലിയൊരു ഇരുട്ട് മാത്രമായിരിക്കും, എങ്ങോട്ട് പോകണമെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും.
ഞാൻ പറയുന്ന ഒരൊറ്റ പോയിൻ്റ്, ഒരു പ്രശ്നത്തിൻ്റെ മുന്നിൽ നമ്മൾ വന്ന് നിൽക്കുമ്പം നമ്മുടെ ചിന്താഗതികളെ നമ്മൾ എങ്ങനെ ട്യൂൺ ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് തീർച്ചയായും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു തിയറി മാത്രമല്ല, നമുക്ക് പരീക്ഷിച്ച് അനുഭവിക്കാൻ സാധിക്കുന്ന ചില സത്യങ്ങളാണ്. അപ്പോൾ പ്രവാസ ലോകത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, യുദ്ധം മുന്നിൽ കാണുമ്പം സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ വരുന്നത് ആശങ്കയാണ്, ഭീതിയാണ്. പലപ്പോഴും എങ്ങോട്ട് നമ്മുടെ ജീവിതം പോകുന്നു എന്ന് ചിന്തിക്കാൻ പറ്റാത്ത അങ്കലാപ്പാണ്. അതേ പ്രശ്നം തൊട്ടിപ്പുറത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പം ഇവിടെ അടുത്ത 6 മാസക്കാലം എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ സാധനങ്ങൾ കിട്ടാതെയാകുന്നു. ഇപ്പോൾ ഗ്യാസ് കിട്ടാതെയിരുന്നപ്പോൾ മനുഷ്യൻ്റെ അടുക്കളയെ ഒരു ചോദ്യചിഹ്നമായി മാറി. നമ്മൾ വയറ്റത്ത് തൊട്ട് ചിന്തിച്ചു എന്ത് സംഭവിക്കും, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുമോ, ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് മാർക്കറ്റിൽ നടക്കുന്ന, ലോകത്തിൽ നടക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മുടെ അകത്ത് കൊണ്ടുതരുന്ന, നമ്മൾ ഏറ്റെടുക്കുന്ന ചിന്താഗതിയിലാണ് വേരിയേഷൻ വരുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഒരാൾ നടന്നു പോകുന്ന സമയത്ത് മറ്റൊരാൾ അയാളോട് പറയണോ, മനോഹരമായൊരു പൂവ് കണ്ടില്ലേ, എന്തൊരു രസമാണ് അതിനെ കാണാൻ, എന്തൊരു സ്മെല്ലാണ് അതിന്, അത് എത്ര മൃദുലമാണ്, നീ ഒന്ന് തൊട്ടു നോക്കിയേ എന്ന് പറയുമ്പോൾ അയാൾ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് പൂവിനെ നോക്കുന്നതിന് പകരം ആശങ്കയോടുകൂടി അതിൻ്റെ താഴെയുള്ള മുള്ളിനെ നോക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ചിന്താഗതിയുടെ പ്രത്യേകതയാണ്. നമ്മുടെ ചിന്താഗതി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മനോഗതി നമുക്ക് നേരെയാക്കാൻ പറ്റും. മനോഗതി നേരെയാക്കിയാൽ ദിനേനയുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഹാബിറ്റ് നമുക്ക് ചിട്ടപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഹാബിറ്റ് ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മുടെ കയ്യിൽ കിട്ടും. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഈ ആശയം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന സൂറത്തുൽ ഇൻഷിറാഹിലെ അലം നശ്റഹ് എന്നാരംഭിക്കുന്ന സൂറത്തിൽ ഇന്ന മഅൽ ഉസ്രി യുസ്റ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, എല്ലാവരും മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയുന്ന, നിങ്ങളുടെ സങ്കടത്തിൻ്റെ ഒപ്പം സന്തോഷമുണ്ട്, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ സങ്കടമുണ്ട്, അതിനൊരു യുദ്ധമൊന്നും വരണ്ടല്ലോ. ജീവിതത്തിൽ നമുക്ക് ചില ഗുരുക്കന്മാരുണ്ട്. ഈ ഗുരുക്കന്മാർ മനുഷ്യരാകാം, മനുഷ്യരല്ലാതെയോ ആകാം. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇങ്ങനെ ഒരാശയമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ 2 ഗുരുക്കന്മാർ, അതിൽ ഒന്ന് സന്തോഷമാണ്. സന്തോഷം നമ്മളെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്, സന്തോഷത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ ലേൺ ചെയ്യാനുണ്ട്. മറ്റൊന്ന് സങ്കടമാണ്. സങ്കടം ഒരു ഗുരുവാണ്. മൂടില്ലാത്ത സമയത്ത് മക്കളോടും ഭാര്യയോടും കൂട്ടുകാരോടും ബന്ധുക്കളോടും കമ്പനിയിലെ സ്റ്റാഫിനോടും നിങ്ങളെങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്. സന്തോഷമുള്ള സമയത്ത് മാത്രം നമ്മൾ സ്മാർട്ടായി സംസാരിക്കുകയും നമ്മൾ നല്ല വ്യക്തിയായി നിൽക്കുകയും സങ്കടം വരുമ്പം നമ്മൾ തളർന്നിരിക്കുകയും ചെയ്യാൻ പറ്റില്ല. സങ്കടവും നമ്മുടെ മുന്നിലേക്ക് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്ന ഒരു ഗുരുവാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പതനം എന്താണ്? ഏറ്റവും വലിയ താഴ്ച എന്താണ്? നമ്മുടെ മരണമാണ്. അതെന്നോ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ അതുപോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുന്നു എന്ന രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ദുഃഖത്തെ ഗുരുവാക്കിയെടുക്കാൻ നോക്കിയാൽ നമുക്കതൊരു പഠനമാണ്. നമ്മളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തിനെക്കുറിച്ചും ടീമംഗങ്ങളെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളൊരു പഠനമാണ്. അങ്ങനെ ഒരു പഠനം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നാളേക്കുള്ളൊരു കരുത്താണ്. അപ്പം ഇത്തരം ഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു 4-5 കാര്യങ്ങൾ ഞാൻ ഈ സെഷനിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാൻ ശ്രമിക്കുകയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ടത് റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പൊതുവേ മനഃശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്. നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഫാക്റ്റുകളെ, സത്യങ്ങളെ നമുക്ക് അസത്യമാക്കി മാറ്റാനൊന്നും പറ്റില്ല. സത്യത്തെ ഫാക്റ്റിനെ നമുക്ക് മാറ്റാൻ പറ്റില്ലെങ്കിൽ, അതിന് നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ, പിന്നെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു ബുദ്ധിയുള്ള ആൾ എന്നുള്ള നിലക്ക് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ആ ഫാക്റ്റിനെ ഫാക്റ്റായിട്ട് തന്നെ എടുക്കുകയാണ്. അവരുടെ കയ്യിലെ 2 വിരലുകൾ ഒരപകടത്തിൽ മുറിഞ്ഞു എന്ന് വിചാരിക്കുക. അയാൾക്കതിലൊന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 3 വിരലുകളെ, ഇല്ലാത്ത 2 വിരലുകളെ ഇല്ല എന്നുള്ള നിലക്ക് ചിന്തിക്കാൻ അയാൾക്ക് പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു നേരത്ത് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ അതിന് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ മേലൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ലോകത്ത് വസ്തുതകൾ വന്നും പോയിക്കൊണ്ടുമിരിക്കും, സന്തോഷമായാലും സങ്കടമായാലും. അതിൻ്റെ കൂടെ അനാവശ്യമായ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോഴും നമ്മൾ അലറി വിളിച്ച് അട്ടഹസിച്ചും മനുഷ്യനല്ലാത്ത രീതിയിൽ പെരുമാറും. സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറും. കാരണം അതിൻ്റെ ആ സംഭവത്തിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമോഷനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഫാക്റ്റിനെ ഫാക്റ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. രണ്ടാമത്തൊരു കാര്യം, പ്രതിസന്ധി ഉള്ള സമയത്തും നമ്മളുടെ മുന്നിലുള്ള ബ്ലെസ്സിങ്സുകളെ, അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാൻ പറ്റുക. കോവിഡ് കാലത്തൊക്കെ ചിലരൊക്കെ സംസാരിച്ചപ്പോൾ, അത് അകലെ നിന്ന് ഫോണിൽ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു തമാശ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് ദീർഘമായി ശ്വാസം എടുത്ത് പുറത്തു വിടുമോ? അപ്പോൾ അങ്ങേ തലക്കുന്ന ആൾ നന്നായി ശ്വാസം എടുത്ത് പുറത്തു വിടുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തൊരു മറുപടി, ഈ സമയത്ത് ഒരു ദിവസം ശ്വാസം എടുത്ത് പുറത്തു വിടാൻ 1 ലക്ഷവും 1.5 ലക്ഷവും വെൻറ്റിലേറ്ററിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. മര്യാദക്കൊരു ശ്വാസമെടുത്ത് പുറത്തു വിടാൻ പോലും പറ്റാത്ത ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ജീവിതത്തിൽ ഞരക്കം കൊള്ളുമ്പോൾ നിനക്ക് ശ്വസിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവനവന് ഈ സമയത്തുള്ള കുറേ സംഗതികളുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടാകും. ഭാവിയെക്കുറിച്ച് അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോഴ് നമ്മളെ മുന്നിലുള്ള അനുഗ്രഹങ്ങളെ, ഇപ്പോൾ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഉള്ള അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അത് മക്കളെ കേൾപ്പിച്ച്, അത് ഭാര്യയെ കേൾപ്പിച്ച്, അത് കൂടെയുള്ളവരെ കേൾപ്പിച്ച്, ഇതും കഴിഞ്ഞു കിടക്കും, നാളെ വേറൊരു ദിവസമാകും എന്ന് ചിന്തിച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അതിന് യുദ്ധമൊന്നും വരണ്ട കേട്ടോ. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ പോകുമ്പം നമുക്ക് നമ്മളെ അനുഗ്രഹങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ കിട്ടുന്ന സന്തോഷമാണ് നമുക്ക് പുതുമ പ്രദാനം ചെയ്യുന്നത്. മനസ്സിൽ സന്തോഷം കിട്ടുക എന്ന് പറയുമ്പം മനഃശാസ്ത്ര തത്വം അനുസരിച്ച്, ആധുനിക മനഃശാസ്ത്ര തത്വം അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ കിട്ടുന്ന ചില ഓളങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കിയോ എന്നറിയില്ല. സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പം നമ്മളുടെ ഗ്രൂമിങ് കൊള്ളാം, രസമുണ്ട് എന്നൊരു ഭാഷ, അത് മനസ്സിൻ്റെ ഭാഷയാണല്ലോ. പോസിറ്റീവായൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഭാഷയാണല്ലോ. അതുകൊണ്ടാണല്ലോ നല്ല പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ധരിക്കുന്നത്, ഗ്രൂമിങ് നന്നാക്കുന്നത്. എന്തിനാ? നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആകണം. അപ്പം നമ്മളൊന്ന് കൂളാകണം. നമ്മുടെ മനസ്സവിടെ കൂളാകുമ്പം സ്വാഭാവികമായും ബ്രെയിനിൻ്റെ അകത്ത്, കോശങ്ങളുടെ ഉള്ളിൽ പുതിയ എനർജി ഉണ്ടാകും. ആ എനർജി പുതിയൊരു ആക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ബ്രെയിൻ്റെ എനർജി ലൂസായാൽ നമുക്ക് ഡിപ്രഷൻ വരും. ബ്രെയിൻ എനർജി ലൂസായാൽ നമുക്ക് അലസതയുണ്ടാവും. കാരണം ആ ലൂസാക്കുന്ന നമ്മുടെ ചിന്താഗതിയാണ്. മനസ്സും ബ്രെയിനും ഒരുമിച്ച് ഉറച്ചു പോകുന്ന, ഒരുമിച്ച് തണുത്തു പോകുന്ന, ഒരുമിച്ച് ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ള അനുഗ്രഹങ്ങളെ, ചരിക്കുന്ന വിരലുകളുണ്ട്, നടക്കാൻ പറ്റുന്ന കാലുണ്ട്, ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉള്ളത് കഴിക്കാൻ പറ്റുന്നുണ്ട്, കുട്ടികൾ കൂടെയുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ അപ്പുറത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, പാർട്ട്ണർ അപ്പുറത്തുണ്ട്. അങ്ങനെ നല്ലതിനെ എടുക്കുകയും എടുത്ത് പറയുകയും ചെയ്യുക എന്നുള്ളത്
മറ്റൊരു പ്രത്യേകതയുണ്ട്. ഫമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് ഖുർആൻ പറഞ്ഞെടുത്ത് പറയുക എന്നുള്ളതാണല്ലോ. നമ്മൾ നല്ലതിനെ, അനുഗ്രഹത്തെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് നമ്മുടെ ബ്രെയിനിന് മറ്റൊരു വൈബാണ്. അത് പുതിയ ഒരു കെമിക്കൽ നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കും. സെറിട്ടോണിൻ എന്നൊക്കെ പറയുന്ന പുതിയ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അത് കുറച്ചുകൂടി നമുക്ക് ഉന്മേഷം തരും, കുറച്ചുകൂടി നമ്മുടെ ഊർജ്ജസ്വലമാക്കും. ഇനി അല്ല, നെഗറ്റീവാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നെഗറ്റീവാണ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് അഡ്രിനാലിൻ പോലുള്ള നെഗറ്റീവ് ഹോർമോണുകൾ ഉണ്ടാക്കും. അത് നമ്മുടെ ചിന്താഗതികളെ പിന്നെയും പുറകോട്ട് കൊണ്ടുപോകും. നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ക്ഷീണം തോന്നും. ഒന്നുകിൽ ഉറക്കമില്ലാത്തൊരവസ്ഥ വരും, അല്ലെങ്കിൽ ഓവറായി ഉറങ്ങുന്ന ഒരവസ്ഥ വരും. ഒന്നുകിൽ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥ വരും, അല്ലെങ്കിൽ ഒന്നും കഴിക്കാത്ത ഒരവസ്ഥയും വരും. അപ്പോൾ ഈ സമയത്ത് ചിന്താഗതിയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൂന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് കഴിയുന്നത്ര പ്രസൻറ്റിൽ ജീവിക്കാൻ നോക്കുക എന്നുള്ളത്. പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത്, ഇന്ന് നേരം വെളുത്തിട്ടുണ്ട്, രാവിലെ എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹി ലദി അഹ്യാനി എന്ന് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. അപ്പോൾ അഹ്യാനി, ഈ ജീവിതം രാവിലെ തന്നതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഇന്നെൻ്റെ കട പൂട്ടിപ്പോയിരിക്കുന്നു, ബാങ്കിൽ ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നു, എനിക്ക് ട്രാൻസാക്ഷന് കയ്യിൽ പണമില്ലാതെ നിൽക്കുന്നു, ഞാൻ ലോക്ക്ഡാണ്. അതൊരു ഇന്നാണ് കേട്ടോ. അത് നാളെ നേരം വെളുത്താൽ ചിലപ്പോൾ മാറാം. അപ്പം ഈ ഇന്നിനെ നമ്മൾ, അപ്പോൾ ഈ ഇന്നൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇട്ട് കുടുംബക്കാരോട് വെറുതെ സംസാരിക്കാം, നെറ്റ് അവിടെ ഉണ്ടെങ്കിൽ. ഒന്നുമില്ലെങ്കിൽ കുടുംബക്കാരുടെ ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ഫുഡ് കഴിക്കുന്ന ഒരു കൾച്ചർ ഇന്ന് തുടങ്ങാം. മീറ്റിങ്ങുകൾ മുടങ്ങാതെ ചെയ്യാം. നമ്മൾ സാധാരണ പറയുന്നൊരു ഫിലോസഫി ഉണ്ട്, 20% നിങ്ങൾ ആക്ഷനിലേക്ക് പൊക്കോളൂ, 80% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 20% നിങ്ങൾ ചെയ്യൂ, 80% റിസൾട്ട് ഉണ്ടാക്കിത്തരും. അപ്പോൾ ഇന്ന് നമ്മളെ മുന്നിലുണ്ട്, ഇന്ന് നേരം വെളുത്തിട്ടുണ്ട്, ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്, ഇന്ന് രാത്രി വരെ എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യണം. പ്രസൻറ്റിൽ കുറച്ച് നേരം ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നർത്ഥം. പ്രസൻറ്റ് എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിലെ മറ്റൊരു വാക്ക് ഗിഫ്റ്റ് എന്നാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് എന്ന് ചിന്തിക്കാലോ. എന്നിട്ട് വർക്കിലേക്ക് നമ്മൾ നീങ്ങുക. ലോകപ്രസിദ്ധമായ പുസ്തകത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വാലി ഓഫ് ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയും. വാലി ഓഫ് ഡിസപ്പോയിൻമെൻ്റ് കൊണ്ട് ഓതർ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും സംഘർഷങ്ങൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ, അസ്വസ്ഥതകളുള്ള ദിവസങ്ങളുണ്ടാകും. ചിലപ്പോൾ അത് 5 മാസം ഉണ്ടാകാം, 6 മാസം ഉണ്ടാകാം, വർഷങ്ങളോളം ഉണ്ടാകാം. അതിൻ്റെ ഏതോ ഒരു നിമിഷത്തിൽ, അതിൻ്റെ ഏതോ ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഈ അസ്വസ്ഥതയുടെ വാലി സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും കർവിൽ ചെന്ന് മുട്ടാനുണ്ട്. ചിലപ്പോൾ നാളെ ആകാം കേട്ടോ, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് വരാനുള്ളൊരു കോളാകാം, ചിലപ്പോൾ ഒന്നൊന്ന് ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിളിയാകാം. ഇതിനെ നമ്മൾ കാത്തു നിൽക്കണം. ചിലപ്പോൾ ദിവസങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോളം കാത്തു നിന്നിട്ട് വേണ്ടി വരും നമ്മളുടെ ഈ അസ്വസ്ഥതയുടെ, ഡിസപ്പോയിൻമെൻറ്റിൻ്റെ വാലി കഴിഞ്ഞ് ആ കർവ് പോയിട്ട് വിജയത്തിൽ മുട്ടുന്നത്. അത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കണം, വരും എന്ന് നമ്മൾ വിചാരിച്ച് കാത്തു നിൽക്കണം. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ബൈന റജാഇ വൽ ഖൗഫ്, ഇത്തിരി ബേജാറിൻ്റെയും ഇത്തിരി പ്രതീക്ഷയുടെയും ഇടയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഉറപ്പായിട്ട് കുഞ്ഞു സങ്കടങ്ങൾ നമ്മളെ വലിച്ച് മുറുക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. മറ്റൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ തന്നെ നമ്മൾ പരിചയമില്ലാത്തൊരു സിറ്റുവേഷൻ കണ്ട് പ്രതികരിച്ചവരാണ്. എന്തിനാണ് നമ്മൾ കരഞ്ഞത്? ഭൂമിയിൽ ആദ്യമായിട്ട് നമുക്കെന്തോ അസ്വസ്ഥത തോന്നി. അതുവരെ ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് കിട്ടിയ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, പുതിയ കാലാവസ്ഥ ഉണ്ടാകുന്നു, പരിചിതമല്ലാത്ത സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു, എനിക്ക് ഭയം തോന്നുന്നു, ഞാൻ കരയുന്നു. അപ്പോൾ നമ്മൾ ജീവിതം തന്നെ തുടങ്ങുന്നത് ഒരു പരിചയമില്ലാത്ത ഒരു അസ്വസ്ഥതയുടെ സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ
ഈ സിറ്റുവേഷൻ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും സന്തോഷം തന്നെ ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്ന, അതുമാത്രം പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു സന്തോഷം പോലും അവർക്ക് ഏറ്റെടുക്കാൻ പറ്റാതിരിക്കും. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രസക്തമായ, വളരെ പ്രസിദ്ധമായ, ഈ വിഷയവുമായി വളരെ ബന്ധപ്പെട്ട ഒരു ആയത്തുണ്ട്. അഫബി നിഅ്മത്തില്ലാഹി വറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അഫബി നിഅ്മത്തില്ലാഹി വറഹ്മതിഹി, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അതുപോലെ അള്ളാഹു നമുക്ക് നൽകിയ നിഅ്മത്തുകളെക്കുറിച്ച് ആലോചിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ കാരുണ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഹാപ്പി ആയിരിക്കൂ, സമാധാനത്തിലിരിക്കൂ, സന്തോഷത്തിലിരിക്കൂ. അത് ഇന്ന് എൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന ഒരു പ്രഭാതമാണ് എന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഉണ്ടാകുന്ന ഒരു സത്യമാണ്. മറ്റൊന്ന്, ഒരു നാലാമത്തെ പ്രത്യേകത, ഓവർ തിങ്കിങ് ഒഴിവാക്കുക. നമ്മളെ കൂട്ടത്തിൽ പലതരം ആളുകളുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പം തന്നെ അവരതിനെ ചിന്തിച്ചതിൻ്റെ അവസാനം വരെ എത്തിക്കും. ചിലർക്കാണെങ്കിൽ ഒരു കൂസലും ഉണ്ടാവില്ല, ഒന്നും അവർ കാര്യമായി എടുക്കില്ല. ഇത് രണ്ടും പറ്റില്ല. ഇത് രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റണം. പ്രതിസന്ധികളെ നമ്മൾ ഗൗരവത്തിൽ എടുക്കണം, പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം, പരിഹാരത്തെക്കുറിച്ച് ആരായണം, പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കണം. ഒരു കഥ പറയാം, കഥയല്ല, ഒരു സിറ്റുവേഷൻ. ഒരാൾ ഒരു പുഴയുടെ ഇപ്പുറത്ത് ഒരു ഷെൽട്ടറിൽ ബസ് കാത്ത് നിൽക്കുന്നു. അപ്പുറത്ത് ഒരു നായയെ കെട്ടിയിട്ടിരിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന സുഹൃത്തിന് ഇയാളെ കാണുമ്പോൾ എന്തോ ഒരു പ്രയാസം. ഇയാൾ നിലത്ത് നിൽക്കുന്നില്ല, അയാൾക്കെന്തോ പ്രയാസമുള്ളതുപോലെ. അപ്പോൾ ചോദിച്ചു, എന്തു പറ്റി, നീ എന്താ മര്യാദക്ക് നിൽക്കാത്തത്, നിനക്കെന്തോ ഒരു അസ്വസ്ഥതയുണ്ട്, നീ ഒരു സമാധാനത്തിലല്ലല്ലോ. അയാൾ പറയുന്ന മറുപടിയുണ്ട്, നീ ആ പുഴ കാണുന്നില്ലേ, പുഴൻ്റെ അപ്പുറത്ത് ഒരു പട്ടിയെ കെട്ടിയിട്ടിട്ട് കാണുന്നില്ലേ. ഞാൻ ചിന്തിക്കുന്നത്, എങ്ങാനും ഈ പുഴയുടെ വെള്ളം വറ്റുകയാണെങ്കിൽ, ആ പട്ടി ചെയിന് പൊട്ടിക്കുകയാണെങ്കിൽ, അത് ഇപ്പുറം കടന്നു വന്നിട്ട് എൻ്റെ ഏത് കാലിനാണ് കടിക്കുക, കടിച്ചാൽ ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് പോവുക, അതിന് ഹോസ്പിറ്റൽ കൊടുക്കാൻ പൈസ എവിടുന്നാണ് കിട്ടുക എന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന വെപ്രാളാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നാം, പക്ഷെ പലരും അങ്ങനെയാണ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ കുറിച്ച് ഒരു 6 മാസത്തേക്ക് കാട് കയറ്റി ചിന്തിച്ച് അവർ അവരുടെ മനസ്സിനെയും ശരീരത്തെയും വീക്കാവും, കൂടെയുള്ളവർക്കും അവർ നെഗറ്റീവ് എനർജി കൊടുക്കും. അതുകൊണ്ട് ഓവർ തിങ്കിങ് ഒഴിവ്. നിങ്ങൾ ചിന്തിച്ചിട്ട് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനു എന്ന ഖുർആനിൽ ഒരാശയമുണ്ട്. പിശാചിൻ്റെ ഗൂഢാലോചനയാണ് വിശ്വാസിയായ ആളുകളുടെ ഉള്ളിൽ ടെൻഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ യുദ്ധമൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ ടെൻഷൻ അടിച്ചിരുന്ന മനുഷ്യന്മാരുണ്ട്. രാവിലെ എണീറ്റിട്ട് എൻ്റെ ജോലി സ്ഥലത്ത് എന്താ സംഭവിക്കാം, എൻ്റെ സ്റ്റാഫ് എന്നെ പറ്റിക്കുമോ, എനിക്ക് നാളെ കിട്ടാനുള്ള പൈസ കിട്ടാതിരിക്കുമോ, അയാളോട് ചോദിച്ചാൽ പോയാൽ എന്നോട് ചോദിക്കാൻ പോയാൽ എന്നോട് മോശമായി പെരുമാറുമോ, ബാങ്കിൽ നിന്ന് ആരെങ്കിലും എൻ്റെ പൈസ എടുത്തു കൊണ്ടുപോവോ, എൻ്റെ കയ്യിലുള്ള ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അത് മിസ്സായി പോവോ, അല്ലെങ്കിൽ മക്കൾ എൻ്റെ ബാങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഫേക്ക് ട്രാൻസാക്ഷൻ നടക്കുമോ, കുടുംബക്കാർ ചെയ്യുമോ. ഇങ്ങനെ വെറുതെ ചിന്തിച്ച് യുദ്ധമൊന്നുമില്ലെങ്കിലും ജീവിതത്തിലെ സമാധാനം. ചിലർക്ക് രോഗമുണ്ട് എന്ന് വിചാരിച്ച് സൈക്കോസൊമാറ്റിക്, എനിക്കെന്തോ അസുഖം വരാനുണ്ടോ, ചെറിയ തലവേദന വരുമ്പം, ചെറിയ വയറുവേദന വരുമ്പം, മാരകമായ അസുഖം എന്നെ പിടികൂടുകയാണോ, അത് നോക്കി ഗൂഗിൾ ചെയ്ത് അതിൻ്റെ പിന്നാലെ പോയി തൻ്റെ ജീവിതത്തിലെ സ്വസ്ഥത മുഴുവനും നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പം ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ അത് ഒരു ശാന്തതയുടെ തുറസായിരിക്കും, അതൊരു സമാധാനത്തിൻ്റെ ഗേറ്റായിരിക്കും. ഓവർ തിങ്കിങ് ഉള്ള ആളുകളെ പലപ്പോഴും നമുക്ക് പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഞാൻ ചിന്തിക്കുന്നത് കുറച്ച് ഓവറല്ലേ എന്നെങ്കിലും ആലോചിച്ച് അയാളെ ഒന്ന് കൂളാക്കാൻ,
അല്ലെങ്കിൽ ആ വിഷയം മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യാൻ ആൾക്ക് പറ്റണം. ഷെയർ ചെയ്യുക എന്ന് പറയുമ്പം എനിക്കതിൻ്റെ 5ാമത്തെ പോയിന്റിലേക്ക് വരാൻ പറ്റുന്നു. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഏത് തോട്ട്സും സ്പീക്കപ്പ് ആൻഡ് ഷെയർ ഇറ്റ്. പറയുക. എന്തിന്? അയാളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു ചോദ്യമില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചുകൊണ്ട് കാര്യമില്ല. പറയുക എന്നുള്ളത് പ്രധാനമാണ്. ഉത്തരം ചിലപ്പോൾ വരാതിരിക്കാം. പരിഹാരം ചിലപ്പം ഉണ്ടാകാതിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഏറ്റവും കുറഞ്ഞതൊന്ന് പുറത്തിറങ്ങി നടന്ന് ആരോടെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കും. ഏത് പ്രതിസന്ധിയിലും നമ്മുടെ മനസ്സിന് അയവ് വരും. ഒരുപക്ഷെ അറിയാത്തൊരു സൊല്യൂഷൻ അയാൾ തരുന്ന വർത്തമാനത്തിലെ ഒരു വാക്കിൽ നമുക്ക് ഉണ്ടാകും. ഒന്നും പറയാതെ, ആരോടും ഷെയർ ചെയ്യാതെ, നിങ്ങളുടെ മനസ്സിലെ അങ്കലാപ്പും വേദനകളും ആവലാതികളും ആകുലതകളും നിങ്ങൾ തന്നെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് കേട്ടോ. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭാരം കൂടും. അത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭാരം വീണ്ടും ഇരട്ടിക്കും. ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങളൊന്ന് കിടന്നുറങ്ങലോടുകൂടി ആ ഭാരം പിന്നെയും ഇരട്ടിക്കും. കാരണം ഒരു സങ്കടമുള്ളിടത്ത് 2ാമത്തെ സങ്കടം കയറി വരാം. ഒരു ഭയമുള്ളിടത്ത് 2ാമത്തെ ഭയം കയറി വരാം. നിങ്ങൾ ഷെയർ ചെയ്ത് പോകുമ്പം അത് കുറേ പുറത്തേക്ക് വരും, നമുക്ക് ആശ്വാസം കിട്ടും. പുറത്തേക്ക് പോകും, ആശ്വാസം കിട്ടും. ഷെയർ ചെയ്യാതിരിക്കുമ്പം പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അവിടെയിടങ്ങളിലൊക്കെ ഉണ്ടായ നെഗറ്റീവ് എല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു വിഷയമായി അത് നമ്മുടെ മുമ്പിലേക്ക് വരും. അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിനെ ഗുരുവായി എടുക്കുകയാണെങ്കിൽ ഞാനീ പറഞ്ഞ 5 പാഠങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം കിട്ടും, വലിയ സന്തോഷം നമുക്ക് കിട്ടും. നമ്മളെ ജീവിതത്തിലെ സന്തോഷം എന്താണ് എന്ന ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ തീരെ ഹാപ്പിയല്ല എന്ന് ഒരാൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഈ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞാലും ഞാൻ ഹാപ്പിയല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അയാളോട് തിരിച്ച് ചോദിക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും സന്തോഷം ഹാപ്പി ആയിട്ടുണ്ടോ? അപ്പോൾ സത്യത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഫീലിംഗ് ആണ്. അത് ഓരോരുത്തർക്കും അനുസരിച്ച് ഓരോന്നാണ് കേട്ടോ. ചിലരുടെ കയ്യിൽ ബാങ്കിൽ ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. ചിലർ എന്നെ പരിഗണിക്കുന്നുണ്ട്, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്, കുടുംബവും ടീം അംഗങ്ങളും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ അയാൾ ഹാപ്പിയാണ്. ചിലരെവിടെയെങ്കിലും ആരും ഉണ്ടാവരുത്, ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, അയാൾ ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ശരിക്കും പുറത്തുള്ള സാഹചര്യത്തിൽ നിന്ന് ഉള്ളിലേക്ക് വരേണ്ടതല്ല. ഹാപ്പിനെസ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചിന്താഗതികൾക്കും നമ്മുടെ തോന്നലുകൾക്കും ഇതുമായി ബന്ധമുണ്ട്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായ വലിയ രോഗമുള്ള ആൾ പോസിറ്റീവായ മൈൻഡ് സെറ്റ് സൂക്ഷിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ഉള്ളിലെ ഹാപ്പിനെസ്സിൻ്റെ റേറ്റ് കൂട്ടും. ഇപ്പോൾ വലിയ രോഗമുള്ള ഒരാൾ അദ്ദേഹം ചിന്തിക്കും, ഞാനിപ്പോഴും ജീവിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിലൊരു രോഗമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ രോഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അതിനെനിക്ക് പരിഹാരമുണ്ട്. പ്രതിസന്ധികളുള്ള സമയത്ത് പോലും നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ്സിനെ ഉള്ളിലേക്ക് നോക്കി കണ്ടുപിടിക്കാൻ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അത്ഭുതകരമായ ഊർജം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ജനിച്ചത് മുതലേ കാണിച്ചതാണ്. ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ചലിച്ചു, നമ്മൾ പ്രതികരിച്ചു, നമ്മൾ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ പടിപടിയായി നമ്മളെ ഉയർച്ചയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി. എങ്ങനെ സാധിച്ചത്? ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള അത്ഭുതകരമായ ഊർജത്തിൻ്റെ സോഴ്സുകളാണ്. പക്ഷെ പ്രശ്നം, എൻ്റെ ഉള്ളിലുള്ള ഊർജത്തിൻ്റെ ശക്തിയുടെ വെളിച്ചത്തിൻ്റെ സോഴ്സിനെ എനിക്ക് പലപ്പോഴും കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഹാപ്പിനെസ്സിനെ തേടിയിട്ട് നമ്മളിങ്ങനെ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഉള്ളിൽ അത് വരും. ഒരു തമാശ കേൾക്കുമ്പം
ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരും. നമ്മുടെ ഉള്ളിലെ ഹ്യൂമൻ പൊട്ടൻഷ്യലിനെ, അത്ഭുതകരമായ എനർജിയെ, ശക്തിയെ ഒന്ന് തൊട്ട് ഉണർത്തേണ്ട സമയമാണ് പ്രതിസന്ധി ഘട്ടം എന്ന്. അത് ചാരം മൂടി കിടന്നു പോയാൽ നമുക്ക് ഹാപ്പിനെസ്സിനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിശബ്ദമായി എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് ഇരുന്ന് ഒന്ന് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ട് 5-10 തവണ ഒരല്പം വെള്ളം കുടിച്ച് എന്നിട്ടൊന്ന് അൽഹംദുലില്ലാ എന്നും സ്വന്തത്തോട് പറഞ്ഞു നോക്കുമ്പം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എവിടെയോ ഒരു സമാധാനത്തിൻ്റെ ചെറിയ വെളിച്ചം, ചെറിയൊരു തണുപ്പ്, ആ തണുപ്പിനെ ഒന്ന് തട്ടി ഉണർത്തി വലുതാക്കിയാൽ നമുക്കൊരു ഹാപ്പിനെസ്സായി. സന്തോഷം എന്നുള്ളത്, സമാധാനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പെറുക്കി കൊണ്ടുവരേണ്ട, ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ട ഒരവസ്ഥയുടെ പേരാണ് എന്ന് ചുരുക്കം. എന്നാൽ ഇതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മുടെ സന്തോഷത്തിനും ഉത്സാഹത്തിനും സമാധാനത്തിനും തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം, അതൊരു സത്യമാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, സാമ്പത്തികമാണ്. നമ്മുടെ മുന്നിലൊരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക? 2 രീതിയിലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, പൈസ ഉണ്ടാക്കിയിട്ട് പരിഹരിക്കണം. 2, ചെലവിനെ നിയന്ത്രിച്ച് പരിഹരിക്കണം. നമ്മൾ പലപ്പോഴും ചെലവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ആരും അധികം ആലോചിക്കാറില്ല. അതിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിൻ്റെ പരിശീലനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സങ്കടത്തെ ഗുരുവായി എടുക്കണം എന്ന് പറയുന്നത്. പൈസ ഫ്ലോ, ഫിനാൻഷ്യൽ ഫ്ലോയുടെ എല്ലാ സാഹചര്യങ്ങളും ബ്ലോക്കായി കിടക്കുന്നു. ലിക്വിഡ് മണി ഇല്ലാതിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നോ നാളെയുള്ള പൈസയുണ്ട്, മറ്റന്നാളത്തേക്കുള്ള പൈസ നമുക്കില്ലാത്ത വന്നിരിക്കുന്നു. നാളെ നേരം വിളിക്കട്ടെ, നാളെ ഉണ്ടായാലല്ലേ, മറ്റന്നാൾ ഉണ്ടായാലല്ലേ നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ ചെലവുകളെ നിയന്ത്രിക്കാൻ പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കുടുംബാംഗങ്ങളെ, കൂടെയുള്ളവരെ, നമ്മെ ആശ്രയിച്ച് കഴിയുന്നവരെ ഇക്കാര്യം പഠിപ്പിക്കുന്നിടത്തും നമ്മൾ അഭിമാനം കാണിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള അപമാനവും നമുക്ക് തോന്നാൻ പാടില്ല എന്നർത്ഥം. അതൊരു അഭിമാനമായിട്ട് പറയണം. അങ്ങനെ ചെയ്യാൻ നമ്മുടെ ഉള്ളിലൊരു കരുത്ത് സമ്പാദിക്കേണ്ട, ഈ സങ്കടത്തിൻ്റെ സമയത്തൊരു ഗുരുവാക്കിയെടുക്കുമ്പം ഒരു കരുത്ത് സമ്പാദിക്കേണ്ട സമയമാണ്. തുറന്ന് പറയണം, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പ്രതിസന്ധിയെ മറ്റുള്ള ഉള്ളിൽ തീക്കനലാക്കി അടിച്ചേൽപ്പിക്കണ്ടല്ലോ. നമുക്ക് ഈ പെരുന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങുന്നത് ഒഴിവാക്കി നോക്കിയാൽ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എന്നാലും അതൊരു പ്രാക്ടീസാണ്. നമുക്ക് ഭക്ഷണത്തിൽ ഇന്ന എലമെൻറ്റുകളൊന്ന് കുറച്ചാലോ, നമ്മൾ അനാവശ്യമായ ടൂറുകളൊക്കെ കുറച്ചാലോ, അപ്പോൾ നമ്മളൊരു കാഴ്ചപ്പാടിലുള്ള മാനേജ്മെൻറ്റാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ്. കാഴ്ചപ്പാടെന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിലെ ചെലവുകളെ നമുക്ക് 3 ആക്കി കാണാൻ പറ്റും. അതിലൊന്ന് അത്യാവശ്യമുള്ള ചെലവുകൾ, 2 ആവശ്യമുള്ള ചെലവുകൾ, 3 അനാവശ്യമുള്ള ചെലവുകൾ. ടൂറ് പോകുന്നു, വിരുന്നിന് പോകുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, വസ്ത്രം വാങ്ങുന്നു, ചിലർ മേക്കപ്പിൻ്റെ ഉപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നു, അതൊക്കെ അനാവശ്യമായ ചെലവുകളാണ്. അത്യാവശ്യമുള്ള ചിലവുകളെ നമുക്ക് ചിന്തിച്ചാൽ ഭക്ഷണം കഴിക്കണം, കുട്ടികളുടെ ഫീസ് കൊടുക്കണം, ചികിത്സിക്കണം, അത്യാവശ്യ ചിലവുകളാണ്. ആവശ്യം വേണ്ട ചിലവുകൾ എന്ന് പറയുന്നത് ചില സംഭാവനകൾ കൊടുക്കുന്നത്, ചില ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ചില സാമൂഹ്യ കാര്യങ്ങൾ ആവശ്യം ചെയ്യേണ്ടത്. എന്നാൽ ആവശ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ അനാവശ്യത്തിലേക്ക് തള്ളേണ്ടി വരും. ഇപ്പം ഞാൻ കൗതുകത്തിന് പറയാം. അപ്പോൾ ഈ സമയത്ത് എഡ്യൂക്കേഷനാണോ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക? രണ്ടിന് ഏതോ ഒന്നിന് സ്കോപ്പുള്ളൂ എന്ന് വിചാരിക്കാം. എഡ്യൂക്കേഷന് പ്രയോറിറ്റി കൊടുക്കുമോ ഭക്ഷണത്തിന് പ്രയോറിറ്റി കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അധികം ആലോചിക്കാതെ നിങ്ങൾ പറയും എഡ്യൂക്കേഷൻ പോട്ടെന്ന് വെക്കും, ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, തീരുമാനിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത്, പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അതിനുവേണ്ടി ചിലവാക്കുക എന്ന് പറയുന്നത് അത് ഒരത്യാവശ്യം അല്ലാതാക്കി മാറ്റും. അപ്പം എത്രത്തോളം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനനുസരിച്ച് അത്യാവശ്യത്തിൻ്റെ ലിസ്റ്റ് നിങ്ങൾ ചുരുക്കും. ആവശ്യത്തിൽ നിന്ന് കുറേ എണ്ണത്തിനെ നിങ്ങൾ അനാവശ്യത്തിലേക്ക് മാറ്റും. അതൊരു മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റ് വീട്ടിലെ രക്ഷിതാവ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല.
അതൊരു കമ്പനിയിലെ ബോസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, സ്റ്റാഫ് ഒരുമിച്ച് എടുക്കുന്ന തീരുമാനമാണ്. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രവാസ ലോകത്തുള്ള പല കമ്പനിയുടെ സിഇഒമാരും മുതലാളിമാരും പലരെയും നാട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അതൊരു മാനേജ്മെൻറ്റാണ്. ഒരു സ്റ്റാഫിനെ മാത്രമാക്കി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ എല്ലാ പദ്ധതികളും നിങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ട്. അതൊരു മാനേജ്മെൻറ്റാണ്. ഒരു മാനേജ്മെൻറ്റും ചെയ്യാതെ ചെലവുകളെ അതേപോലെ തന്നെ നിലനിർത്തുന്ന ദുരഭിമാനമോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ടെൻഷൻ ചെറുതല്ല. അപ്പം അതുകൊണ്ട് പൈസ കയ്യിലില്ലാത്ത സമയം, അതിന് യുദ്ധം വരണമെന്നൊന്നുമില്ല. നമ്മുടെ ഒരു ബിസിനസ് ഫ്ലോപ്പായാൽ മതി, നമ്മളൊരു ജോലി നഷ്ടപ്പെട്ടാൽ മതി, നമുക്കെന്തെങ്കിലും അകാരണമായ അധികം ചിലവുകൾ വന്നാൽ മതി. ആ സമയത്തൊക്കെ ചിലവുകൾ ചുരുക്കുക എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ്, ഇൻകം റിസോഴ്സ് കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അത് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ആർട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. കാഴ്ചപ്പാടുകളെയാണ് മാറ്റേണ്ടത് എന്ന് പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി പറഞ്ഞ് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കും. അത് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരാശയമാണ്. ഓരോ സത്യവിശ്വാസിയും ഓരോ ദിവസവും മരണത്തിലേക്ക് പോകുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ കിടക്കുമ്പം, ഉറക്കിലേക്ക് പ്രവേശിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് ഉയർന്നു പോകുന്നു. മരണം വിധിക്കപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആത്മാവ് അവിടെ പിടിച്ചു വയ്ക്കപ്പെടുന്നു. അല്ലാത്തവർക്ക് ശരീരത്തിലേക്ക് ഉണരുന്ന സമയമാകുമ്പോഴേക്കും ആത്മാവിനെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു, തിരിച്ചയക്കപ്പെടുന്നു. ഇത് ഖുർആനിൻ്റെ ആശയമാണ്. ഓരോ ദിവസവും രാത്രി നേരത്ത് നമ്മൾ മരണത്തെ പ്രാപിക്കുന്നു എന്ന് ചിന്തിച്ചാൽ പിന്നെ ലോകത്ത് നമുക്ക് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ലല്ലോ. എല്ലാ രാത്രിയും നമ്മൾ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നിടത്ത്, എല്ലാം തീരുന്നിടത്ത് നിന്നു കൊടുക്കുന്നവരല്ലേ എന്ന് ചിന്തിക്കുക. മരണത്തിൻ്റെ അപ്പുറമൊന്നും ലോകത്ത് നമുക്ക് സംഭവിക്കാനില്ല. അപ്പം അതുകൊണ്ട് ജീവിതം എന്നത് രാവിലെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വലിയ ഇൻകമാണ്, വലിയ ഒരു മുതൽക്കൂട്ടാണ്, വലിയൊരു സമ്പത്താണ്. അത് രാവിലെ എണീറ്റ് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബേസിക്കായി ആ അനുഗ്രഹത്തെ ഉള്ളിൽ താലോലിച്ച് ചടകുടഞ്ഞെണീറ്റ് അവനവൻ്റെ കർമ്മത്തിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകണം. കർമ്മമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ രജസ് എന്ന് പറയും. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു അഭിപ്രായമനുസരിച്ച് രജസ് എന്ന് പറയും അലസതയില്ലാതെ വർക്ക് ചെയ്യുക. അലസതയില്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തമസ്സിലേക്ക് പോകും, നിങ്ങൾ ഇരുട്ടിലേക്ക് പോകും. എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ. ഓഫീസിൽ പോകുന്നുണ്ടാവില്ല, ബിസിനസ്സിൽ പോകുന്നുണ്ടാവില്ല, ഫണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല, എന്നാലും ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. ചിരിക്കുകയോ കളിക്കുകയോ വർത്തമാനം പറയുകയോ വായിക്കുകയോ പുതിയ എന്തെങ്കിലും പഠിക്കുകയോ പുതിയ ആരെങ്കിലും പരിചയപ്പെടുത്തുകയോ ചെയ്യാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജസ്വലമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് അസ്വസ്ഥതകളുള്ള സമയത്തും ഏത് പ്രയാസമുള്ള സമയത്തും നമുക്ക് സന്തോഷം തിരിച്ചു പിടിക്കാൻ കഴിയും. ഒരു കുഞ്ഞു കഥ പഴയ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ പറയാറുള്ളൊരു കഥ. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു പാവം മനുഷ്യൻ ചെന്നിട്ട് തൻ്റെ വീട്ടിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. ഒന്നുമില്ല എൻ്റെ വീട്ടിൽ, ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് ഞാനും എൻ്റെ മക്കളുമൊക്കെ ഇങ്ങനെ കഴിച്ചു കൂടുകയാണ്, എനിക്ക് തീരെ സന്തോഷമില്ല. അപ്പോൾ ഗുരു ചോദിച്ചു, ചെറിയൊരു ഇടുങ്ങിയ മുറി മാത്രമേ ഉള്ളൂ, അതിൽ സന്തോഷമില്ല അല്ലേ? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരാൻ പറ്റും. ഗുരു പറയുന്നത് അനുസരിക്കാം എന്ന് വാക്കുകൊടുത്തു. അയാൾ പറഞ്ഞു, ഗുരു പറഞ്ഞു, നീ ഒരു ആടിനെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകണം, ആ റൂമിൽ ആട്ടിനെ കെട്ടിയിടണം. അയാളുടെ സ്വസ്ഥത കൂടുകയല്ല ചെയ്തത്, പ്രശ്നങ്ങൾ കൂടി. ആ ആട് കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു, കുട്ടികൾ ഉറങ്ങാതെയാകുന്നു, രോഗം വരുന്ന സാഹചര്യം വരുന്നു. വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പ്രശ്നമാണ്, സ്വസ്ഥത തീരെയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പശുവിനെയും കൂടി വാങ്ങി കെട്ടണം. വല്ലാത്തൊരവസ്ഥ. ആട് വന്നു, പശു വന്നു, ഈ റൂം വലുതായിട്ടുമില്ല, ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല, രോഗം വരുന്നുള്ള ഭീതി വരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുട്ടികൾ സങ്കടപ്പെട്ട് കരയുന്നു, ഭാര്യ പരാതി പറയുന്നു. ഇയാൾ വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സങ്കടം പീക്കായിരിക്കുന്നു, വല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു, സഹിക്കാൻ പറ്റാണ്ടായിരിക്കുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആട്ടിനെ വിറ്റിട്ട് വരിക. കുറച്ച് സമാധാനം കിട്ടി.
പിന്നെ പശുവിനെയും കൂടി വിൽക്കാൻ നിർദ്ദേശം. അതുകൂടി വിറ്റതോടുകൂടി അയാളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം വരുന്നു. ഗുരുവിൻ്റെ അടുത്ത് സന്തോഷത്തോടു കൂടി പോയി പറയുന്നു, വല്ലാത്ത ഹാപ്പിനെസ്സാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, വീട് വലുതായോ? ഇല്ല, അതേ ബെഡ്റൂം. ഇതുവരെ വരാത്ത അസ്വസ്ഥതകൾ വന്നിട്ട് ഒന്ന് ഒഴിഞ്ഞു പോയതിൻ്റെ സന്തോഷമാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, എല്ലാ അസ്വസ്ഥതകളും ഒഴിഞ്ഞു പോകാനുള്ളതാണ്. ഒഴിഞ്ഞു പോയിട്ട് കിട്ടുന്ന സന്തോഷത്തെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെയുള്ള നല്ല പ്രഭാതത്തെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പ്രതിസന്ധികളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്നെ കേട്ട എല്ലാവരെയും ഹൃദ്യമായി അഭിവാദനം ചെയ്ത് ഈ പ്രോജക്റ്റ് ഇൻഫോ സീരീസ് എന്ന പേരിൽ സമസ്തയുടെ ലേണിംഗ് മുന്നോട്ട് വയ്ക്കുന്ന ഇൻഫർമേഷൻ്റെ അവെയർനെസ്സിൻ്റെ ഭാഗമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ച് എല്ലാ നന്മകളും നേർന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.